നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിവാദങ്ങളും പ്രതിഷേധങ്ങളും പിന്നാലെ ഒരുപാട് നുണക്കഥകൾ. പുതിയ കാർഷിക നിയമങ്ങളിൽ മലയാളി കണ്ടതും കേട്ടതും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും എന്താണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്? പുതിയ നിയമങ്ങൾ കർഷകന് ഗുണമോ ദോഷമോ? വ്യാപാര വാണിജ്യ മേഖല എങ്ങനെയാണ് ഈ നിയമ ഭേദഗതിയെ വിലയിരുത്തുന്നത്? ഒപ്പം രാഷ്ട്രീയ വിവാദങ്ങളും വിശദീകരണങ്ങളും. വിശദമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഈ ഡിബേറ്റിൽ ഒപ്പം ചേരുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി മുൻ ചെയർമാൻ ശ്രീ ശിവദാസ് ബി മേനോൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫുഡ് പ്രോസസ്സിംഗ് പാനൽ കോ കൺവീനർ, ഒപ്പം ഹാരിസൺ മലയാളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ശ്രീ വെങ്കിട്ടരാമൻ ആനന്ദ്, നവര ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ പി നാരായണൻ ഉണ്ണി, UDF നേതാവും ആസൂത്രണ ബോർഡ് മുൻ അംഗവുമായ ശ്രീ CP ജോൺ, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ എന്നിവരാണ് ചേരുന്നത്. കാർഷിക വിളകൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ചൂഷണം തടയാനും സഹായിക്കുന്നതാണ് ബില്ല്. ഈ ആമുഖത്തോടു കൂടിയാണ് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ലോക്സഭയിൽ രാജ്യസഭയിലും ഈ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖവുരയായി പറഞ്ഞത്. നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പുറമെ വിളകൾ വിൽക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ ഉറപ്പു നൽകുന്നു. അതായത് കർഷകനാണ് കിങ്, കർഷകനാണ് രാജാവ്. അവൻ വിയർപ്പൊഴുക്കി നിർമ്മിക്കുന്ന വിളകൾ എന്ത് വിലയ്ക്ക് വിൽക്കണം, ആർക്ക് വിൽക്കണമെന്ന തീരുമാനമെടുക്കുന്നത് ഓരോ കർഷകനുമാണ്. ഇതാണ് ഈ ബില്ലിൻ്റെ ഒരു അന്തസത്ത. പക്ഷേ വലിയ പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനത്തിന് സമീപമൊക്കെ ഇപ്പോഴും ഉയരുന്നത്. കേരള സർക്കാർ ഉൾപ്പെടെ ഈ നിയമത്തിനെതിരെ നിയമ നടപടികൾക്കായി സുപ്രീം കോടതി വരെ പോയി കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിലെ പ്രശ്നം? അതാണ് കൃത്യമായി പരിശോധിക്കുന്നത്. വ്യാവസായിക, വാണിജ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ഇന്ന് ജനം TV-യിൽ തത്സമയം ചേരുന്നത്. ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളും വിദഗ്ധ അഭിപ്രായങ്ങളും വിലയിരുത്തലുമായി ആദ്യം BJP നേതാവ് ശിവശങ്കറിലേക്ക് തന്നെ പോവുകയാണ്. ശിവശങ്കർ, എന്തിന് പ്രതിഷേധം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുതന്നെയാണ് നമ്മളുടെയും ചോദ്യം. കാരണം ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജനങ്ങൾക്കോ മനസ്സിലാകാത്ത ഒരു പ്രശ്നമാണ് രാജ്യത്തെ കർഷകന് അവന് വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം, അവന് അവൻ്റെ കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് അവൻ്റെ ആഗ്രഹം പോലെ പ്രൊഡ്യൂസ് ചെയ്യുവാനും ഉൽപ്പാദിപ്പിക്കുവാനും, അങ്ങനെ ഉൽപ്പാദിപ്പിച്ച അവൻ്റെ കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്ഷൻസ്, അവൻ്റെ ഉൽപ്പന്നങ്ങൾ അവന് എവിടെ കൊണ്ടുപോയി വിൽക്കണമെന്ന് അവൻ്റെ ആഗ്രഹമനുസരിച്ച് വിൽക്കണമെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ കുത്തക സ്വഭാവം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു ഫാർമർ, അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് ഒരേ ഒരു മാർക്കറ്റാണെന്നും അത് തൻ്റെ കീഴിലുള്ള മാർക്കറ്റിൽ താൻ നിശ്ചയിക്കുന്ന വിലയിലോ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന വിലയിലോ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് എത്ര തരം വ്യത്യസ്തമാണെങ്കിലും അത് മറ്റുള്ളവനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പോലും അവന് വില നിശ്ചയിക്കുവാനോ അവന് ആവശ്യമായ മറ്റ് ഉൽപ്പന്നങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുവാനോ ഉള്ള അവകാശമില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ കുത്തകകളുടെ സ്വഭാവം എന്നുണ്ടെങ്കിൽ അതാണ് APMCയുടെ മറ്റൊരു രൂപം. അത് ഒരുപക്ഷെ കുറച്ച് കർഷകർക്ക് ചില ഭാഗങ്ങളിൽ ഗുണം ചെയ്യുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് എല്ലാ കർഷകർക്കും അത് മാത്രമാണ് രക്ഷ എന്നുള്ള ഒരു ഇവിടുത്തെ ചില കർഷക സംഘടനകളെന്ന് അവർ തന്നെ പ്രതീക്ഷിക്കുന്ന തരത്തിൽ കർഷകരുടെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് വിശ്വസിക്കുമെങ്കിൽ അത് ഈ ഇന്ത്യയിലെ സാധാരണ കർഷകർ അംഗീകരിക്കില്ല എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കർഷക പ്രതിനിധികൾ, ഈ സമരവുമായിട്ട് ബന്ധപ്പെടാത്ത പല കർഷക പ്രതിനിധികളും ഇന്ന് കേന്ദ്ര സർക്കാരിന് പിന്തുണയുമായി അർപ്പിച്ചു വരുന്നത്. അതിലെ കേരളത്തിൽ തന്നെ പല പ്രധാനപ്പെട്ട കർഷകരും കർഷക സംഘടനകളും ഹൈക്കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് രണ്ടാമത് വരാം. അപ്പോൾ ഒരു കർഷകന് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഒരു പാല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കറിയാം പാൽ കർഷകർക്ക്, ഒരുപക്ഷെ ഞാൻ ചെറിയ തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് തന്നെ പല ക്വാളിറ്റികളുണ്ട്. ഈ ഒരു പശുക്കളുടെ പാല് തന്നെ, അത് തന്നെ പശുവിൻ്റെ ഉണ്ട്, എരുമയുടെ ഉണ്ട്, അങ്ങനെ പലതരം പാലുകൾ. ആ
ആ പാലിന് പലതരം ക്വാളിറ്റി ചെക്കിങ്ങുകൾ, അത്തരത്തിൽ കൂടുതൽ മേന്മയുള്ള പാലുകൾ ഉൽപ്പാദിപ്പിക്കുന്നവന് പോലും ഈ APMC ഉണ്ടെങ്കിൽ അത് പുറത്ത് വിൽക്കുവാൻ കഴിയില്ല എന്നുള്ള നിയമം എത്ര നിരുത്തരവാദിത്വപരമാണ്. അത്തരത്തിൽ പാൽ ഉൽപ്പാദനം ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ അവയെല്ലാം വേസ്റ്റായി പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ വിൽക്കുന്നവർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വില പോലും അവർ യഥാർത്ഥത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പാലുകൾ ഉൽപ്പാദിപ്പിച്ച് അത് കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് നൽകുവാനുള്ള ശ്രമത്തിനിടയിൽ അവൻ്റെ ഉൽപ്പാദന തുക അതിനേക്കാൾ കുറവാണ് അവന് കിട്ടുന്നതെങ്കിൽ അത് എത്രത്തോളം വിഷമകരമായിരിക്കും. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിന് അങ്ങനെ അവരെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാജ്യത്ത് വളരെ ഒരു ഏറ്റവും വിപ്ലവകരമായ ഒരു റെവല്യൂഷണറി നിയമം അത് ഈ രാജ്യത്ത് വേണം. അത് കർഷകരുടെ ആത്മഹത്യ, കർഷകരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവയെല്ലാം പരിഹരിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യം, ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ കർഷക സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ കൂടുതൽ ക്വാളിറ്റിയുള്ള പാല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് മിൽമയിലൂടെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമത്തെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവിടെ മറ്റു പല ബ്രാൻഡുകളുണ്ടല്ലോ, മിൽമയേക്കാൾ വില കൂടിയ ബ്രാൻഡുകളും പലതുമുണ്ട്. അപ്പോൾ ചില കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ ക്വാളിറ്റിയുള്ള പാലുകൾ അവൻ്റെ ബ്രാൻഡിലൂടെ അവന് വിൽക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്, അതല്ലേ കൂടുതൽ സ്വാതന്ത്ര്യം, അതല്ലേ ആ കർഷകർക്ക് കൂടുതൽ വില നൽകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ കിങ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആത്യന്തികമായി കർഷകനാണ്. ഈ ഡിബേറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം കൃത്യമായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വന്നത് മണ്ഡി സിസ്റ്റമാണ്. മണ്ഡി സിസ്റ്റം അപ്പാടെ തകർത്ത് കളയുകയാണ് എന്നാണ് നിലവിലെ പ്രചരണം. പക്ഷേ ഈ മണ്ഡി സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മണ്ഡി സിസ്റ്റത്തിൽ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉത്തരേന്ത്യ മുഴുവൻ മണ്ഡി സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പരന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഈ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഒട്ടും സംശയമില്ല രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. 2019 പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കുക, 2019 അന്ന് പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചു അല്ലെങ്കിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു മണ്ഡി സിസ്റ്റം അഴിമതിയുടെ കുത്തരങ്ങാണ്, കെടുകാര്യസ്ഥതയാണ്, കർഷകൻ്റെ വിയർപ്പിന് ഒരു വിലയും കൊടുക്കാത്ത സിസ്റ്റമാണ്, സമ്പ്രദായമാണെന്ന്. ആ കമ്മിറ്റിയിൽ ഇന്നീ പോര് രൂക്ഷമായി തന്നെ നടത്തുന്ന കോൺഗ്രസ് അംഗങ്ങളും അകാലിദൾ അംഗങ്ങളുമൊക്കെ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. അവരുടെ ഒരു സംക്ഷിപ്ത കണ്ടുപിടുത്തമാണ് ഈ റിപ്പോർട്ട്. ഇപ്പോഴും പാർലമെൻറ്റ് രേഖകൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പരിശോധിക്കാം, വെബ്സൈറ്റിലൊക്കെ അത് സുലഭമാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പുതിയ നിയമം കൊണ്ടുവന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്നാൽ മണ്ഡി സിസ്റ്റം പാടെ ഒഴിവാക്കുന്നുമില്ല. അങ്ങനെയാണ് സാഹചര്യം. യെസ്, ഇപ്പോൾ നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട അതിഥികൾ കൂടി ചേരുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ആദ്യം ശ്രീ ശിവദാസ് ബി മേനോൻ, അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി മുൻ ചെയർമാനാണ്. ഒപ്പം സ്റ്റെർലിംഗ് ഫാം റിസർച്ച് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു വിദഗ്ധ ഒപ്പീനിയൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ശിവദാസ് ബി മേനോൻ, താങ്കളുടെ വിലയിരുത്തൽ. താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു അജിറ്റേഷൻ നോർത്ത് ഇന്ത്യയിലെ ഫാർമേഴ്സിന്റെ ഇടയിൽ നടത്തണം, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു 40 കൊല്ലം മുമ്പ് പഞ്ചാബില് വർക്ക് ചെയ്ത് ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈ ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് നേരിട്ട് പൊട്ടറ്റോ, ലാർജ് ക്വാണ്ടിറ്റി പൊട്ടറ്റോ ഞങ്ങളുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയ്ക്ക് എടുക്കുന്നു. അന്ന് തന്നെ ഫാർമറും കമ്പനിയായിട്ട് ഉള്ള ഒരു എഗ്രിമെന്റ് ആണെങ്കിലും അപ്പോഴും ഈ മണ്ടിയില് ഫാർമർക്ക് ഒരു സെസ് കൊടുക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് അല്ല, ദേ ആർ ഫോഴ്സ്ഡ് ടു പേ, അതായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഇതെന്താ ഇങ്ങനെ? ഇല്ല, അതാണ് സിസ്റ്റം, അത് ചെയ്താലേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത്. എൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഫാമിംഗ് കമ്മ്യൂണിറ്റി, അവിടുത്തെ ഫാമേഴ്സ്, റിയൽ ഫാമേഴ്സ്, അവർ കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഓർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ലാർജർ ഫാമേഴ്സും ട്രേഡേഴ്സിന്റെയും പ്രഷർ കൊണ്ട് അവർക്ക് അതിനെ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ പറ്റും. പക്ഷെ ഒരു ചെറിയൊരു പ്രോബ്ലം പറ്റിയിരിക്കുന്നത് ഈ ഒരു ഗവൺമെന്റിന്റെ ഒരു ലോ വാട്ടെവർ സെക്രട്ടറി അത് ചെയ്തപ്പോ
കുറച്ചുകൂടി ഫാർമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. ഇതെല്ലാം കുറെ ഇഗ്നോറൻസ് കൊണ്ട് മാറ്റം വന്നതാണ്. ജനറലായിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം സ്റ്റഡി ചെയ്തു പല സ്ഥലങ്ങളിലും. അതിലൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്നും ഫാർമേഴ്സിന് പ്രോബ്ലം ആയിട്ടൊന്നുമില്ല. താങ്കൾ പറഞ്ഞ പോലെ the farmer should be permitted to decide the crop what he has to grow in his property, in his land, and the farmer should be permitted to market his product where he wants, in India or abroad. പണ്ടത്തെ പോലെ നമുക്ക് മണ്ടി ഉണ്ടെങ്കിലേ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഫീലിംഗ് ചിലരുടെ ഈ ഫാർമേഴ്സിന്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ചു. ഇന്ന് ഏത് ഫാർമറുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തത്? അയാൾക്ക് പ്രൊഡ്യൂസിന്റെ പ്രൈസ്, മാർക്കറ്റ് റേറ്റ് ഇന്ന് ദുബായിലോ US-ലോ എവിടെ വേണമെങ്കിലും അറിയാൻ പറ്റും. അതല്ല, ഒരു ചെറിയ ഫാർമേഴ്സ് ആണ്, അവരെ ഈ മണ്ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ലോ ഒബ്ജക്ട് ചെയ്യണില്ല. They can still continue supplying to the mandi. പക്ഷേ those who are capable, ഇപ്പൊ പല യങ്സ്റ്റേഴ്സ്, ക്വാളിഫൈഡ് യങ്സ്റ്റേഴ്സ് ഫാമിംഗ് ബിസിനസ്സിലേക്ക് വന്നിട്ട് അപ്പൊ അവർക്കെല്ലാം എനിക്ക് മനസ്സിലാവണില്ല എന്താ അജിറ്റേഷന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു പൊളിറ്റിക്കൽ റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഫാർമറിന് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലോ ആണിത്. അത് വല്ല അമെന്റ്മെന്റ് ചെറുതെല്ലാം വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്തി കൊടുക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിനെ ഒബ്ജക്ട് ചെയ്യുകയാണെങ്കിൽ ഫാർമർ വിൽ ബി ലൂസ്. തീർച്ചയായും സാർ, തീർച്ചയായും താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം, ഞാൻ ഒന്ന് വീണ്ടും ശിവശങ്കറിലേക്ക് പോവുകയാണ്. ശ്രീ PR ശിവശങ്കർ, ഒന്ന് വേഗത്തിൽ അതിലൊരു മറുപടി വേണം. കാരണം ശ്രീ ശിവദാസ് B മേനോൻ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഒരു ബോധവൽക്കരണം ആദ്യം നടന്നില്ല? കാരണം ഇതിപ്പോൾ പൊതുജന മധ്യത്തിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരിലുള്ളത്, ഇതൊരു കുത്തകളിലേക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടു ചെന്നെത്തിക്കാനുള്ള നീക്കമെന്നാണ്. ഒരു പക്ഷേ സാധാരണക്കാരനായ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലും ആദ്യം എത്തുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രതിച്ഛായയാണ്. അതിനു മുമ്പേ സർക്കാർ അത് ചെയ്തുകൂടായിരുന്നു അതൊരു കൃത്യമായ നിരീക്ഷണമാണ്. ശ്രീ PR ശിവശങ്കർ, വേഗത്തിൽ അതിലൊരു മറുപടി. എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യം കൊണ്ട് ഞാൻ ശിവദാസ് സാറിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഇതിൽ വളരെ എഡ്യൂക്കേഷൻ, മറ്റുള്ളവർക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന ആളോട് കറക്റ്റ് ചെയ്യാനല്ല. പക്ഷേ ഇത് 2000 മുതൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള, എനിക്ക് തോന്നുന്നത് ശങ്കർ ദാസ് കമ്മീഷൻ റിപ്പോർട്ടോ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. അതിനെക്കുറിച്ച് 2000 ആണ്ട് തൊട്ട് 20 വർഷം മുമ്പ് ചർച്ച നടക്കുന്നതാണ്. ബീഹാറിൻ്റെയും ബംഗാളിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് ഈ കമ്മിറ്റിയിലൊക്കെ മെമ്പേഴ്സായിരുന്നു. ഇതിനെക്കുറിച്ച് പല കുറി പാർലമെൻറ്റിൽ ചർച്ച നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെ ഇതിൻ്റെ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. ഇതിനെക്കുറിച്ച് BJP-യുടെ വക ഒരു വലിയ പാർലമെൻ്ററി കാര്യ സമിതി ചർച്ച നടത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലതരം കാര്യങ്ങൾ കാണാം. മാത്രവുമല്ല, ഇതെല്ലാം പോകട്ടെ സർ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 പാർലമെൻ്ററി ഇലക്ഷന് വെച്ച മാനിഫെസ്റ്റോയിൽ അത് കോൺഗ്രസ് ആയാലും മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഈ APMC നിർത്തലാക്കുന്നതിനെക്കുറിച്ചും ഇതുപോലെ തന്നെ ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, ഇറ്റ്സ് ആൻ ഏജ് ഓൾഡ് ലോസ് ആൻഡ് വിച്ച് വി ഹാവ് ടു ബി ഡിസ്പ്ലേസ് എവറിത്തിങ് എന്നുള്ള രീതിയിൽ CPM അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ച അത് BJP-യുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളും രാജ്യത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളും നടത്തിയിട്ടുണ്ട്. പാർലമെന്റിനെ കുറിച്ച് എടുത്താൽ അതുകൊണ്ട് ചർച്ച നടന്നില്ല എന്നുള്ളത് ഒരു നല്ല അഭിപ്രായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ ശ്രീ ശിവദാസ് B മേനോൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി തന്നെ ഇതിന് പിന്നെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. കാരണം എല്ലാവർക്കും കൃത്യമായി, കാരണം ഇന്നലെ പ്രധാനമന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ക്രെഡിറ്റാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളെടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയവർ അവരെടുത്തോളൂ എന്ന് കൃത്യമായി അദ്ദേഹം ഒരു ട്രോളും കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ കൃത്യമായി തന്നെ വരാം. ഒപ്പം 2 പ്രധാനപ്പെട്ട അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ശ്രീ വെങ്കിട്ടരാമൻ ആനന്ദ്, ഒപ്പം നവര ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ P നാരായണ ഉണ്ണി, അവരിലേക്ക് കൂടി പെട്ടെന്ന് തിരിച്ചെത്താം. ഒപ്പം ശ്രീ CP ജോണം ഉടൻ തന്നെ ഈ ചർച്ചയിൽ ചേരും. ഒരു ചെറിയ ഇടവേള. ശ്രീ വെങ്കിട്ടരാമൻ ആനന്ദ്, co-convener Confederation of Indian Industries Food Processing Panel and whole-time director and chief executive ഹാരിസൺ മലയാളം. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സാഹചര്യം ഒരു പക്ഷേ താങ്കൾക്ക് അത് വിശദമായി തന്നെ നിരീക്ഷിച്ച് കാണും, വിലയിരുത്തി കാണും. ആ കാര്യം ഒന്ന് ദയവായി പങ്കുവയ്ക്കും. Yeah, I would like to speak in English. Yeah, sure. Yes. The new reforms will definitely bring about changes in the agricultural value chain. You know, the Adatyas, as they are called in North India, and the traders will lose their monopoly. These reforms that will create additional marketplaces will be successful only when cheaper and easier credit
is available for the farmer. An individual small farmer may not have the bargaining power, However, he will find other methods of increasing his bargaining power, like becoming a part of an FPO, a farmers producer organization. I think a conducive and an enabling ecosystem will be required for successfully implementing of the bills at the ground level. With the economic liberalization which started in 1991, it's now 29 years later, India opens up the agriculture sector. I think about 50% of the Indian population is dependent on agriculture, and it's time that we open up this sector. So there have been a few concerns about the farm bills, and I think there were 4 major concerns which I think most of them have been discussing, and I will give you my views on all the 4 of them. There was a major issue about the MSP, which is the minimum support price. That was one of the major issues. There are some facts about the minimum support price. There is 23 items which come under that, but if you go through the Shanta Kumar committee report, they say only 6% of Indian farmers benefit from the MSP. That means they sell their produce at MSP basically. In the financial year 2020, 40 lakh crore worth of agricultural output was generated, out of which only 6%, that is 2.5 lakh crores, have been sold through the MSP system. That means using the MSP. So the MSP, according to me, is not much of a relevance to the majority of the farmers. The majority, the MSP covers grains like paddy and wheat, which is the basic beneficiaries. There is, besides grain and wheat, we are a surplus grain producing country. So is there a need for producing more grains? And there was a time when we had a shortage of grains, and then the Green Revolution happened, and then we started producing grains. But today we are grain surplus. What is happening is the FCI and other government bodies are buying these grains at the minimum support price and hoarding it into the warehouse, which actually rot. So is it necessary to deplete the natural resource, which is water, to use to grow something which may not be required? So a minimum support price without understanding the balance between demand and supply would be a very disastrous situation for the Indian agricultural community, according to me. So that means what I'm trying to say, Punjab now produces practically 14% of the paddy and wheat. But do you know they sell more than 36% of the procurement happens from Punjab? That means the entire 1/3 of the Indian procurement happens from Punjab. So I think that's a bit skewed, and the beneficiaries basically of MSP has been only the rice and wheat farmers. And basically this is grown mainly in Punjab, Haryana, and the states collect mandi tax, rural development tax, and RTOs also earn a commission on transactions that happen at the APMC. There will be a huge revenue loss if this transaction happens outside the mandi. So however, farmers, traders, RTOs, I think they are opposing that because they feel that there could be a loss of revenue for them as an individual. But if you see the Section 23(1) of the Farmers Empowerment and Protection Agreement on Price Assurance and Farm Services Bills, states have the power to form rules. If you see the latest, state government of the government of Tamil Nadu is planning to provide a legal sanctity to minimum support price, and this minimum support price will be only mandatory for contract farming. That means they are saying, if you're contract farming, I will not let the corporate to bulldoze you. You will have to buy at a particular price. So yes, that is the real point. You said it, sir. That is the real point. എനിക്ക് തോന്നുന്നു വീണ്ടും ഞാൻ ശിവശങ്കറിലേക്ക് ഓടിപ്പോവുകയാണ്. ശിവശങ്കർ, ഈ MSP സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക നിലനിൽക്കുന്നത്. എല്ലാവരും MSP എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വേഗത്തിൽ ആ വിഷയത്തിൽ കൂടി ഒന്ന് ശിവശങ്കറിൻ്റെ കൃത്യമായ അഭിപ്രായം വേണം.
ഈ MSPയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പലകുറി നമ്മളുടെ കേന്ദ്ര നേതാക്കൾ നരേന്ദ്രമോദിയായാലും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. MSPയും ഈ നിയമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ MSPയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇത്രയേറെ കൃഷിക്കാർക്ക് അനുകൂലമായ നടപടിയെടുത്തൊരു സർക്കാർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ UAPA സർക്കാരിൻ്റെ 2013-14 അല്ലെങ്കിൽ ആ കാലഘട്ടം 2020-21 വരെ MSPക്ക് അരിക്കായാലും ഗോതമ്പിനായാലും നൽകിയ വില ഏതാണ്ട് 500 രൂപയോ 800 രൂപയ്ക്കൊക്കെ അടുത്ത് MSPക്ക് വില കൂട്ടിയ സർക്കാരാണ്. അതായത് കഴിഞ്ഞ 2000 തൊട്ട് 2014 വരെയുള്ള വില വർധനയുടെ കാര്യം 200 രൂപയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വില അരിയുടെ കാര്യത്തിലാണെങ്കിലും ഗോതമ്പിൻ്റെ കാര്യത്തിലായാലും 500-600 രൂപ വില കൂട്ടിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് MSPയുടെ ചരിത്രമറിയുന്ന ആരും ഈ സർക്കാരിനെ സംശയദൃഷ്ടിയോടെ കാണില്ല. 1. 2, ഇതിൻ്റെ MSPയുടെ പ്രൊക്യൂർമെൻറ്റ് ഈ ഗോതമ്പായാലും അരിയായാലും അതടക്കമുള്ള പല സാധനങ്ങളും പയർവർഗ്ഗങ്ങളും ഇതെല്ലാം പ്രൊക്യൂർ ചെയ്ത സർക്കാരും ഏതാണ് ഏറ്റവും കൂടുതൽ പ്രൊക്യൂർ എന്ന് വെച്ചാൽ അതും ഈ നരേന്ദ്രമോദി സർക്കാരാണ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അരി ഏതാണ്ട് 250% കൂടുതൽ പ്രൊക്യൂർ ചെയ്തത് ഈ സർക്കാരാണ് ഈ MSP നൽകിയിട്ട്. ഗോതമ്പിൻ്റെ കാര്യത്തിലായാലും ഏതാണ്ട് 5 ലക്ഷം മെട്രിക് ടൺ 5 ലക്ഷം കോടി മെട്രിക് ടൺ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തത് ഈ നരേന്ദ്രമോദി സർക്കാരാണ്. പയർവർഗ്ഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ UPA സർക്കാരിൻ്റെ ഏതാണ്ട് 7500 ഇരട്ടി അധികം ഒരു തുകയ്ക്ക് MSPക്ക് പയർവർഗ്ഗങ്ങളും പ്രൊക്യൂർ ചെയ്തത് കേന്ദ്ര സർക്കാർ ഈ നരേന്ദ്രമോദി സർക്കാരാണ്. അത് ഏതാണ്ട് 50,000 കോടി രൂപയുടെ തുകയ്ക്കാണ് ഈ ഗോതമ്പും അരിയുമല്ലാത്ത മറ്റ് പയർവർഗ്ഗങ്ങൾ അവരും കർഷകരാണ്, അവർക്കും വേണ്ടിയിട്ടും ഈ വലിയ തുക മാറ്റിവെച്ചതും കേന്ദ്ര സർക്കാരാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലാരിഫൈ അനദർ പോയിന്റ്. ഇപ്പോൾ ഇവിടെ CIAയുടെ ഡയറക്ടറായിട്ടുള്ള വെങ്കിട്ടരാമൻ സാർ ഒരു കാര്യം പറഞ്ഞു. ഐ നീഡ് എ ക്ലാരിഫിക്കേഷൻ ആൻഡ് എൻ എക്സ്പ്ലനേഷൻ. ഇത് അദ്ദേഹം പറഞ്ഞത് 14% ഓഫ് ദ പ്രൊഡക്ഷൻ ഫ്രം ദ പഞ്ചാബ് വെദർ ഇറ്റ് ഈസ് എ റൈസ് ഓർ എ ഗോതമ്പ് അങ്ങനെയാണെങ്കിൽ അവിടെ പക്ഷേ 35% ആ ഭാഗത്തു നിന്നാണ് FCI അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് MSP നടക്കുന്നത്. ഇതാണ് യഥാർത്ഥ പ്രശ്നം സർ. I believe that he tells the exact number. I just want to include one more point. അപ്പോൾ 14% അരിയോ ഗോതമ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പഞ്ചാബിൽ നിന്ന് അവിടെ നിന്നാണ് FCIയുടെ 35% 1/3 നമ്മൾ പ്രൊക്യൂർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തെ കർഷകർ വളരെ ഹാപ്പി ആയിട്ട് ഇതെല്ലാം ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെയാണ് എൻ്റെ മറ്റൊരു കണക്ക് കൂടിയുള്ളത്. കാരണം 2015 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ഏതാണ്ട് 225 ലക്ഷം മെട്രിക് ടൺ അരിയും ഗോതമ്പും ഒക്കെയാണ് നമ്മളുടെ ഒരു ഫുഡ് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഇത് കടക്കാനുള്ള ഓവർകം ചെയ്യാനുള്ള ഒരു പ്രത്യേകത. പക്ഷേ നമ്മൾ 270 ലക്ഷം മെട്രിക് ടൺ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമ്മൾ ഓവർ പ്രൊഡ്യൂസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഈ പ്രൊഡക്ഷൻ ഇപ്പോൾ ഈ പറയുന്ന ഈ പുതിയ കാർഷിക ടെക്നോളജിക്കാരും ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മൾ അനാവശ്യമായി സ്വീകരിച്ചു വെക്കുന്നു, പ്രൊക്യൂർ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ബഫർ സ്റ്റോക്ക് വേണ്ടത് ഒരു 35 ലക്ഷം മെട്രിക് ടൺ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 107 ലക്ഷം മെട്രിക് ടൺ അരിയുടെയൊക്കെ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഇരിക്കുന്നു എന്നുള്ള കണക്കും അവ നശിഞ്ഞു പോകുന്നു എന്നുള്ളതും സാധാരണക്കാരൻ്റെ ഒരു ടാക്സ് മണി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവ് കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സർ, ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ആൻ എക്സ്പ്ലനേഷൻ ഫ്രം യു ദാറ്റ് നമുക്ക് ഏതാണ്ട് ഒരു 6% അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 10% ഉള്ള കർഷകരെയാണ് ഒരു പക്ഷേ ഈ മണ്ഡി സിസ്റ്റം സർവ് ചെയ്യുന്നത് എന്നൊരു കണക്ക് പറയുന്നു. ഏതായാലും 50% കൂടുതൽ ഏതാണ്ട് 47,000 മണ്ഡി സിസ്റ്റത്തിൻ്റെ ഇത് 6,000 പിന്നെ പ്ലസ് 40,000 ഇങ്ങനെയൊക്കെയാണ് കണക്ക് പറയുന്നത്. ഇത്രയും മണ്ഡി സിസ്റ്റം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ കർഷകരെയും സെർവ് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കെ, പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ 2014 തന്നെ ഈ APMC ആക്ട് തന്നെ ഡിസ്മാൻഡ് ചെയ്ത സ്ഥിതിക്ക് എങ്ങനെയാണ് സർ ഈ APMC ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്ക് ഗുണകരമാവുമെന്ന് ഈ ഫാർമേഴ്സിന് വേണ്ടി സ്ട്രൈക്ക് ചെയ്യുന്ന നേതാക്കൾ പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ഈ 86% ചെറുകിട കർഷകരുണ്ട്. അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഒന്ന് ബാർഗെയിൻ ചെയ്യാനുള്ള ശക്തി പോലുമില്ലാതെ ഒരു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ അടിമകളെ പോലെ പണിയെടുക്കുന്ന ഈ മണ്ഡി ഏജൻസിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം പണിയെടുക്കുന്ന കർഷകരുണ്ട്. അവരെയും കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിവശങ്കർ,
വളരെ ശരിയാണ്. എനിക്കൊന്ന് IIM കോഴിക്കോട് പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയ സ്റ്റഡി പറയുന്നത് 57% കർഷകരും APMCയിൽ ഹാപ്പി അല്ല, അവർക്ക് അതിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനോ ഒന്നും നടത്തുന്ന സ്റ്റഡികളല്ല. അപ്പോൾ കൂടുതൽ ബഫർ സ്റ്റോക്ക് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള വലിയ ഈ കർഷകരെന്ന് നമ്മൾ വിളിക്കുന്ന വലിയ ഒരു സാമ്രാജ്യം മുഴുവൻ ഇവരുടെ ഗോതമ്പും അരിയും സൃഷ്ടിച്ച് അത് APMCക്ക് കൂടെ ഇവർക്ക് വിൽക്കുന്ന ഇതുകൊണ്ടാണ്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ ഈ അരിയോ ഗോതമ്പോ നിർമ്മിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സാധാരണക്കാരന കർഷകരെയും അതുപോലെ തന്നെ പയറ്, നാണ്യവിളകൾ, ചെറിയ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട കർഷകർക്കും ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണ് ഈ APMCയുടെ ശിവശങ്കർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒപ്പം ശ്രീ പി നാരായണൻ ഉണ്ണി, അദ്ദേഹത്തിലേക്ക് കൂടി വേഗം പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവത്തോടുകൂടി എനിക്ക് അടിയന്തരമായൊരു ഇടവേളയ്ക്ക് കൂടി പോകേണ്ടതുണ്ട്. പെട്ടെന്ന് പോയി തിരിച്ചെത്താം. ശ്രീ പി നാരായണൻ ഉണ്ണി, നവറ ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഒരു കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടി ഈ കാർഷിക നിയമങ്ങളുടെ കൃത്യമായി തന്നെ ഭേദഗതിയും അതിലൊരു ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള കൃത്യമായ ചുവടുവെപ്പാണ് എന്ന് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കതിനെ ഒന്ന് വിലയിരുത്താം. ശ്രീ പി നാരായണൻ ഉണ്ണി. ഞങ്ങളുടെ ഈ കൃഷിക്കാരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ തനതായിട്ടുള്ള വിഭവങ്ങൾ അത് സംരക്ഷിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൃഷിക്കാരുടെ കൂട്ടായ്മയാണ്. ഇവിടെ കേരളത്തിന്റെ തനതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു ഔഷധ നെല്ലിനമായ അതുപോലെ തന്നെ ആരോഗ്യ ഭക്ഷണം കൂടിയായ നവര എന്നുള്ള ഒരു നെല്ലിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാടൻ മട്ട എന്ന വളരെ പ്രശസ്തിയാർജിച്ച അരിഭക്ഷണത്തിന്റെ കൊണോഷ്യസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു നെല്ലിനങ്ങളുടെ കുറച്ച് ഇനങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഈ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഭൗതിക സ്വത്തവകാശ നിയമപ്രകാരമുള്ള സംരക്ഷണമാണ് അത് ചെയ്തിരിക്കുന്നത് ഈ കൃഷിക്കാരുടെ കൂട്ടായ്മ. അത് 2004-2005 തന്നെ ഈ നിയമം ഇന്ത്യയിൽ വന്ന ഉടനെ തന്നെ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ അത് ചെയ്യാൻ പറ്റി. അത് കേരളത്തിന്റെ CAI കേരള ചാപ്റ്ററിന്റെ സഹായത്തോടുകൂടി സപ്പോർട്ടോടുകൂടി, അതായത് അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തിരുന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർഷിക വിഭവങ്ങൾ ഈ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ ആയി രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർഷിക വിഭവങ്ങളായി നവരയും പാലക്കാടൻ മട്ടയും മാറുകയുണ്ട്. അങ്ങനെ ചരിത്രം ആയിട്ട് തന്നെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതോ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളത് വെറുതെ രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, ഈ കൂട്ടായ്മകൾ ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അത് കൃഷിക്കാർക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ പാലക്കാട് മട്ടയിൽ നവരയായാലും അത് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, അതിനൊരു പ്രീമിയം പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് പക്ഷേ ഉൽപാദകർക്കല്ല അത് ലഭിച്ചുകൊണ്ടിരുന്നത്, അത് പാക്കേജ് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നവർക്കാണ് അത് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നിയമം ജിയോഗ്രാഫിക് ഇൻഡിക്കേഷൻ നിയമത്തിന്റെ ഭാഗമായി അത് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉൽപാദകർക്ക് ഒരു പ്രീമിയത്തിന്റെ 1% കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. രണ്ടാമത്, ഈ ഉപഭോക്താവ് പ്രീമിയം പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന ഉപഭോക്താവിന് അത് ഓതന്റിക് ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള നവര അല്ലെങ്കിൽ പാലക്കാടൻ മട്ട കിട്ടുക എന്നുള്ളതാണ് ഒരു ഗുണം അവിടെ വരുന്നത്. അപ്പൊ അതാണ് ഈ രജിസ്ട്രേഷന്റെ ഗുണങ്ങൾ. അത് അങ്ങനെ ആ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അപ്പൊ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പശ്ചാത്തലം ഈ ചെയ്യുന്ന ആ സമയത്തെ ഒരു കാലത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഉൽപ്പന്നങ്ങളായ ഇതുപോലെ തനത് ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ ബസ്മതി അരി വരെ കേരളത്തിനും ഇന്ത്യക്കും പുറത്തു പോയിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിൽ പേറ്റന്റ് ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ തുടങ്ങാനും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ തലമുറയ്ക്ക് അതിന്റെ ഒരുപാട് കിട്ടിയില്ല എങ്കിൽ തന്നെ വരുന്ന തലമുറയ്ക്കെങ്കിലും അതിന്റെ ഗുണങ്ങൾ, ഇത്തരം സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ വരും തലമുറയ്ക്കെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അത് ചെയ്തത്. എനിക്ക് തോന്നി ശ്രീ പി നാരായണൻ ഉണ്ണി, ഈ വിഷയത്തിൽ വോക്കൽ ഫോർ ലോക്കൽ അത് പ്രധാനമന്ത്രി എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. കാരണം ഏത് സ്ഥിതിയിൽ ഈ രീതിയിലുള്ള ഇപ്പോൾ നവര എന്നൊരു ഉൽപ്പന്നം മാത്രം എടുക്കുകയാണെങ്കിൽ അത് ആ മണ്ണിൻ്റെ ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിന് ഗുണഫലം ലഭിക്കാൻ
പുറത്തുള്ള ഒരാൾക്ക് തീർച്ചയായും അവസരം ഒരുക്കുക എന്നത് അതും കൂടി ലക്ഷ്യമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ നിയമങ്ങൾ ഈ പുതിയ ഭേദഗതികളൊക്കെ അതിലേക്ക് കൂടുതൽ അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയല്ലേ? ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ ഞാൻ അതിനാളല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു നിയമവിദഗ്ധനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് തീരെ ഒരു അറിവ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ പശ്ചാത്തലം, ഈ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ എനിക്ക് തീർത്തും സാധിക്കില്ല. ഞാനത് എനിക്ക് കഴിവില്ല. പക്ഷേ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ നിയമം വന്നതിന് ശേഷം 2003 പ്രാബല്യത്തിൽ വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷൻ, അതിന്റെ അതായത് അവയർനെസ് ഉണ്ടാക്കുന്നതിന് അതോടൊപ്പം തന്നെ അതിന് വിപണി വിപുലീകരിക്കുന്നതിനുമായിട്ട് ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റും മുമ്പിലത്തെ ഗവൺമെന്റും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ശ്രീ PR ശിവശങ്കരനും ശ്രീ ശിവദാസ് B മേനോനൊക്കെ ചൂണ്ടിക്കാണിച്ചത്, പിന്നെ എന്തിനാണ് ഈ ഒരു അജിറ്റേഷൻ? അതിന് പുറകിലേക്ക് കൃത്യമായിട്ടൊരു വിലയിരുത്തൽ വേണ്ടിവരുമെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയാണ്, ഈ പാനലിലുള്ള അതിഥികൾക്ക് അത് കൃത്യമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഈ മണ്ഡി സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. മണ്ഡി സിസ്റ്റത്തിലൂടെ ഒരു കർഷകൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം, ഉദാഹരണത്തിന് ഒരു മാമ്പഴമാണെന്ന് വിചാരിക്കും, അത് 10 രൂപയ്ക്കാണ് അദ്ദേഹം ഇടനിലക്കാരന്, അതായത് മണ്ഡി ഏജൻസിന് വിൽക്കുന്നത്. ഇവിടെയൊക്കെ കമ്മീഷൻ എത്രയാണെന്ന് കേട്ടാൽ ഒരു പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഇത് വാങ്ങി കഴിക്കുന്ന പ്രത്യേകിച്ച് മലയാളി കൃത്യമായി അത് ഓർത്തേ മതിയാവും, അല്ലെങ്കിൽ അത് സ്മരിച്ചേ മതിയാവും. ഈ കഷ്ടപ്പെടുന്ന വിയർപ്പൊഴുക്കുന്ന കർഷകന് തുടക്കത്തിൽ തന്നെ നഷ്ടമാകുന്നത് 12% നികുതിയാണ്. 12% ആദ്യം തന്നെ നഷ്ടമാകുകയാണ്. സംസ്ഥാന സർക്കാരിന് 2% പോകും. മണ്ഡി ഭരണാധികാരികൾക്ക് 4% യൂസേഴ്സ് ഫ്രീ. അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. 4% യൂസേഴ്സ് ഫീ മണ്ഡി അധികാരികൾക്ക് പോകും. ഏജന്റുമാർക്ക് 6% വീതം കമ്മീഷൻ. ഈ ഏജന്റുമാരാണ് കർഷകന് പൈസയൊക്കെ കൊടുത്ത് ഈ കൃഷിയൊക്കെ നടത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിൽക്കുമ്പോഴും കമ്മീഷൻ കൊടുക്കണം. മാത്രമല്ല ഇതിൻ്റെ ഭയാനകമായൊരു സാഹചര്യം, ഈ ഏജന്റുമാരാണ് പിന്നീട് തീരുമാനിക്കുക ഏതളവിൽ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ കൃഷി ചെയ്യണമെന്ന്. അതായത് ഫലത്തിൽ കർഷകൻ അടിമയായി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ കർഷകന് നഷ്ടമാകുന്നത് 12%. അവൻ്റെ കീശയിൽ വരേണ്ട പണമാണ് പോകുന്നത്.